നമസ്കാരം. ഒരു അസാധാരണ നീക്കവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പാകിസ്ഥാൻ. ഈ നീക്കത്തിൽ ലോകമാകെ ഞെട്ടിയിരിക്കുകയാണ്. ലോകത്ത് ആദ്യമായിട്ടായിരിക്കണം ഒരു രാജ്യം ഇങ്ങനെയൊരു നീക്കം നടത്തുന്നത്. ലഭ്യമായ കാരണങ്ങൾ ഇങ്ങനെയാണ്. യൂട്യൂബ്, വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക് എന്നിവയുൾപ്പെടെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ജൂലൈ 13 മുതൽ 18 വരെ നിരോധിക്കാൻ പാകിസ്ഥാൻ സർക്കാർ പദ്ധതിയിടുകയാണ്. 120 ദശലക്ഷത്തിലധികം ആളുകളുള്ള പ്രവിശ്യയിൽ വിദ്വേഷകരമായിട്ടുള്ള വസ്തുതകളെ നിയന്ത്രിക്കുന്നതിനും തെറ്റായ വിവരങ്ങളും അക്രമങ്ങളുമൊക്കെ ഒഴിവാക്കാനാണ് ഈ നീക്കം ലക്ഷ്യമിടുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. 4 മാസത്തിലേറെയായി എക്സ് ബ്ലോക്ക് ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ തീരുമാനം. കൂടാതെ വിദേശകാര്യമന്ത്രി കൂടിയായ പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദാർ അടുത്തിടെ സോഷ്യൽ മീഡിയ സമ്പൂർണ്ണമായി നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പൊതുതെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ മാറ്റം വരുത്താൻ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുവെന്ന പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആരോപണത്തെ തുടർന്നാണ് ഷെഹ്ബാസ് സർക്കാർ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇത് അടച്ചുപൂട്ടിയത്. പാകിസ്ഥാൻ തെഹ്രീക്ക് ഇ ഇൻസാഫിന്റെ ജയിലിൽ കഴിയുന്ന സ്ഥാപകൻ ഇമ്രാൻ ഖാനെ അധികാരത്തിലെത്തുന്നത് തടയാൻ സൈനിക സ്ഥാപനത്തിന്റെ ഉത്തരവിന് കീഴിലാണ് ഈ നടപടി സ്വീകരിച്ചതെന്നാണ് റിപ്പോർട്ട്. 2022 ഏപ്രിലിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻ ഖാനെ പുറത്താക്കിയതിനു ശേഷം സൈന്യവും സർക്കാരും സോഷ്യൽ മീഡിയയിൽ തിരിച്ചടി നേരിട്ടിരുന്നു. അതിനുശേഷം ഖാന്റെ പാർട്ടിയിൽ നിന്നുള്ള ഡസൻ കണക്കിന് സോഷ്യൽ മീഡിയ പ്രവർത്തകരെ സർക്കാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.